നമസ്കാരം. ഒരു മുഴം മുമ്പേയുള്ള അഥവാ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട പ്രതിഭകൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഡി ഗുകേഷിലൂടെ കണ്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയ തലമുറയാണ് നമ്മുടേത്. ഇതുവരെ വിശ്വനാഥൻ ആനന്ദായിരുന്നു നമ്മൾ അറിയുന്ന ബാലകൗമാര പ്രതിഭ. വിശ്വനാഥൻ ആനന്ദ് 18-ാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയപ്പോൾ അതേ വർഷം രാജ്യം പത്മശ്രീ നൽകി ആ നേട്ടത്തിന്റെ മഹിമ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ 12-ാം വയസ്സിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ആയ 18-ാം വയസ്സിൽ ലോക ചെസ് കിരീടം ചൂടി നിൽക്കുന്ന ഡി ഗുകേഷിന്റെ ഗരിമയ്ക്ക് വാഴ്ത്തായി രാജ്യം ഇനി പുതിയ പുരസ്കാരങ്ങൾ കണ്ടെത്തേണ്ടി വരും. ലോകം ശിരസ് നമിച്ചു നിൽക്കുകയാണ് ഗുകേഷിന് മുന്നിൽ. കറുപ്പും വെളുപ്പും കളങ്ങളിൽ ഇന്നലെ വീണ ആ ആനന്ദ കണ്ണീർ കണ്ട് 142 കോടി ജനതയുടെ കൺകോണുകളിലും ഒപ്പം നീരണിഞ്ഞു. തൊട്ടപ്പുറത്ത് ചൈനയിലെ മറ്റൊരു 141.5 കോടി ജനത അവിശ്വസനീയതയാൽ കൺമിഴിച്ചു. അസാധ്യം എന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രശംസയുടെ കൂമ്പാരം തീർക്കുകയായിരുന്നു 40 വർഷമായി ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന മഹിമ അണിഞ്ഞിരുന്ന ഗാരി കാസ്പറോവ്. അനറ്റോളി കാർപോവിനെ അട്ടിമറിച്ച് കാസ്പറോവ് ലോക കിരീടം നേടിയത് 22-ാം വയസ്സിലാണ്. അത് വർഷം 1985. ഗുകേഷിന്റെ മാതാപിതാക്കൾ പോലും സ്കൂൾ വിദ്യാർത്ഥികൾ ആയിരുന്ന കാലത്തെ ആ റെക്കോർഡാണ് 18-കാരൻ ഗുകേഷ് തിരുത്തിയത്. അസാധ്യം എന്ന് കാസ്പറോവ് പറഞ്ഞത് 18 വയസ്സുകാരന്റെ തലച്ചോറ് ഇത്രയേറെ നീക്കങ്ങൾക്ക് സജ്ജമാവണ്ണം വികസിച്ചോ എന്ന അത്ഭുതത്തിലാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ആരുണ്ട് തടുക്കുവാൻ ഈ ഇന്ത്യൻ അശ്വമേധം? വിശ്വ സംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ എന്നാണ് വയലാർ അശ്വമേധം എന്ന കവിതയിൽ എഴുതിയത്. ഇന്ത്യ എന്ന യാകാശത്തെ തുറന്നുവിട്ട സ്വാതന്ത്ര്യ പുലരിയെ സ്മരിച്ച് എഴുതിയതാണ് ആ വരികൾ. ദിവ്യജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരെ വിട്ടയക്കുന്നു ഞാൻ എന്നാണ് വയലാർ കുറിച്ചത്. അന്ന് വയലാർ ആഗ്രഹിച്ച വിധത്തിൽ ഇന്ത്യ വളരാൻ പതിറ്റാണ്ടുകൾ എടുത്തു. അതിനു കാരണം ഇവിടെ തുടച്ചു മാറ്റാൻ ഉണ്ടായിരുന്നത് പട്ടിണി എന്ന മഹാമാരിയെ ആയിരുന്നു എന്നതാണ്. മറ്റൊന്നിനും പണം മുടക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ യുഗത്തിൽ മനുഷ്യധിഷണയുടെ അപാര സഞ്ചാര സാധ്യതകൾ കാണിച്ചു തരുന്നതാണ് ഗുകേഷിന്റെ ഈ വിജയം. മാഗ്നസ് കാൾസൺ പങ്കെടുത്തില്ല എന്നതുകൊണ്ട് ഗുകേഷിന്റെ വിജയത്തിന്റെ മഹത്വം തെല്ലുപോലും കുറയുന്നില്ല. ഗാരി കാസ്പറോവും ബോബി ഫിഷറും ഇമ്മാനുവൽ ലാസ്കറും അനറ്റോളി കാർപോവും അലക്സാണ്ടർ അലാഖൈനും വ്ളാഡിമിർ ക്രാംനിക്കിനും ഒന്നും മനസ്സിൽ കാണാൻ കഴിയാത്ത അത്ഭുത നീക്കങ്ങളുടേതായിരുന്നു കിരീടം ചൂടിച്ച ആ 14-ാം ഗെയിം. റാപ്പിഡ് ടൈ ബ്രേക്കറുകളിലേക്ക് നീങ്ങിയാൽ ഡിങ് ലിറൻ തോറ്റ ചരിത്രം കഴിഞ്ഞ 6 വർഷമായിട്ടില്ല. അതിവേഗ നീക്കങ്ങളിൽ അത്രയും മിടുക്കനായി ഡിങ് 14-ാം മത്സരം സമനിലയിൽ ആക്കാനാണ് ശ്രമിച്ചത്. ടൈ ബ്രേക്കറിലെ അനായാസ വിജയമായിരുന്നു സ്വപ്നത്തിൽ. 7-ാം നീക്കത്തിൽ ആലോചിക്കാൻ 13 മിനിറ്റ് എടുത്തപ്പോൾ മുതൽ കളിയിൽ ഡിങ് മുൻതൂക്കം നഷ്ടപ്പെടുത്തി. 11-ാം നീക്കത്തിന് ലിറൻ കരു ഉന്തുമ്പോൾ ആ കളിക്കളം ആകെ മാറി മറിഞ്ഞിരുന്നു. ഇതുവരെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സിദ്ധാന്തങ്ങൾക്കും വഴിപ്പെടാത്ത കരുസ്ഥാനങ്ങളായിരുന്നു അവിടെ. കരുക്കൾ വന്നു നിൽക്കുന്ന പൊസിഷനുകളെല്ലാം പൂർണ്ണമായും പുതുമയുള്ളത്. AI-കളെ പഠിപ്പിച്ചെടുത്തിട്ടുള്ളത് മനുഷ്യൻ ഇതുവരെ കളിച്ച കളികളെല്ലാം അരച്ചു കലക്കി നൽകിയാണെങ്കിൽ ഗുകേഷ് ഇവിടെ ഒരുക്കിയത് ഒരു പുതിയ കളമായിരുന്നു. അതിനി AI പഠിക്കാൻ പോകുന്നതേയുള്ളൂ. കഴിഞ്ഞ വർഷം 90 നീക്കങ്ങൾ നടത്തി 14-ാം ഗെയിം കളിച്ച ഡിങ് ലിറൻ എത്ര ദീർഘസമയവും ചെസ് ബോർഡിന് മുന്നിൽ ഇരിക്കാൻ ശിക്ഷണം ലഭിച്ചയാളാണ്. 2018 മുതൽ മാഗ്നസ് കാൾസൺ എന്ന മഹാപ്രതിഭയുമായി മാറ്റുരച്ച് മിനുക്കിയതാണ് ആ ധിഷണ. അവിടെ 50 നീക്കങ്ങൾ കഴിയുമ്പോൾ ഡി ഗുകേഷിന് ശേഷിക്കുന്ന സമയം 1 മണിക്കൂർ. ഡിങ് ലിറന് 13 മിനിറ്റ് മാത്രവും. ഇങ്ങനെ ഒരു വിഷമ വൃത്തത്തിൽ ഇതിനു മുമ്പ് വീണിട്ടില്ലാത്ത ലിറന് 55-ാം നീക്കത്തിൽ പിഴച്ചു. ആ വെള്ളത്തേര് ഗുകേഷ് വെട്ടിയെടുത്തു. പിന്നെ 4 നീക്കങ്ങൾക്കുള്ള ആയുസ് മാത്രമേ ഡിങ്ങിന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആ കൗമാര പ്രതിഭയ്ക്കായി കൈയടിച്ചു. കണ്ണീർ വാർത്തത് ഡിങ് ലിറൻ ആയിരുന്നില്ല, ഡി ഗുകേഷ് ആയിരുന്നു. ആ കാഴ്ച കണ്ട ഇന്ത്യക്കാർ എല്ലാവരുടെയും കൺകോണിൽ ഒരു തുള്ളിയെങ്കിലും വാർന്നു വന്നിട്ടുണ്ടാകും. സുനിൽ മനോഹർ ഗവാസ്കർ എന്ന പ്രതിഭയിൽ നിന്ന് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന മഹാപ്രതിഭ എത്രമാത്രം അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് ലോകം കണ്ടതാണ്. വിശ്വനാഥൻ ആനന്ദ് എന്ന പ്രതിഭയിൽ നിന്ന് ഡി ഗുകേഷ് എന്ന മഹാപ്രതിഭയിലേക്ക് ഉള്ളത് അതിലേറെ ദൂരമാണ്.
കാരണം 6ാം നീക്കം മുതൽ ആ ചെസ് ബോർഡിന് മുന്നിലിരുന്ന് ഗുകേഷ് ചിട്ടപ്പെടുത്തിയതാണ് ആ 14ാം മത്സരം. അതൊരു പ്രീ പ്ലാൻഡ് കരുനീക്കമേ ആയിരുന്നില്ല. ഒരു കോപ്പി പുസ്തകത്തിലും കണ്ടെത്താൻ കഴിയുകയുമില്ല. ഒരു എഐക്കും ആരും ഫീഡ് ചെയ്ത് നൽകിയിട്ടുമില്ല. ആ വിജയം ഇന്ത്യക്ക് മഹാ ഊർജമായി മാറുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അമേരിക്ക സാങ്കേതിക വിദഗ്ധരുടെ നാടായിരുന്നപ്പോൾ തന്ത്രജ്ഞരുടെ നാടായിരുന്നു റഷ്യ. കാർപോവ്, കാസ്പറോവുമാരൊക്കെ വളർന്നു വന്നത് ആ ബൗദ്ധിക നിലവാരത്തിന്റെ ഓക്സിജൻ ശ്വസിച്ചാണ്. അമേരിക്ക ബഹിരാകാശത്തേക്ക് ഒരു പേടകം അയച്ചാൽ ചന്ദ്രനിലേക്ക് 4 മനുഷ്യരെ അയക്കാനുള്ള മികവ് 7 പതിറ്റാണ്ട് മുമ്പ് നേടിയതാണ് റഷ്യ. തലമുറകൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത് ഇത്തരം ആവാസ വ്യവസ്ഥയിലാണ്. മുമ്പുള്ള തലമുറ നേടിയെടുത്ത ബൗദ്ധിക നിലവാരത്തിൽ നിന്ന് ചിന്ത ആരംഭിക്കാൻ കഴിയുമ്പോഴാണ് അപ്ഗ്രഡേഷൻ സാധ്യമാകുന്നത്. വിശ്വനാഥൻ ആനന്ദിൽ നിന്ന് മാത്രമല്ല, ഗാരി കാസ്പറോവിൽ നിന്നും മാഗ്നസ് കാൾസണിൽ നിന്നും വരെ ഒരു പടി കൂടി കടന്നാണ് ഡി ഗുകേഷ് കടന്നു വരുന്നത്. ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ ഇന്ത്യ ആലോചിക്കുന്നത് അമേരിക്കയും റഷ്യയും അത് ചെയ്തു കഴിഞ്ഞ് 6 പതിറ്റാണ്ടിന് ശേഷമാണ്. നമ്മൾ കായിക മികവിൽ മാത്രമല്ല, ബൗദ്ധിക മികവിലും അത്രയും വൈകിയവരാണ്. അവിടെ പുതിയ കുതിപ്പിനുള്ള ഊർജമാണ് ഡി ഗുകേഷ് എന്ന 18കാരൻ നൽകുന്നത്. അത് ബൗദ്ധിക മികവിന് മാത്രമുള്ളതല്ല, കായിക മികവിന് കൂടിയുള്ളതാണ്. 7ാം വയസ്സ് മുതൽ ആഴ്ചയിൽ 4 ദിവസം 2 മണിക്കൂർ വീതം ചെസ് പരിശീലിച്ചാണ് ഗുകേഷിന് 18 വയസ്സായപ്പോഴേക്കും ഈ നിലയിൽ എത്താൻ കഴിഞ്ഞത്. മാതാപിതാക്കൾ ഡോക്ടർമാരായ ഗുകേഷിന് സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്നില്ല. സാഹചര്യം ഒരുക്കി നൽകിയാൽ മറ്റ് കായിക ഇനങ്ങളിലെ മഹാപ്രതിഭകളെയും വളർത്തിയെടുക്കാൻ രാജ്യത്തിന് കഴിയും എന്നാണ് ഗുകേഷ് നൽകുന്ന സന്ദേശം. ഇന്ത്യ ഇനി കരുക്കൾ നീക്കേണ്ടത് ആ വഴിക്കാണ്. ഗുകേഷ് എന്ന 18കാരൻ പാറിക്കട്ടെ നമ്മുടെ കേളി മികവിന്റെ പതാക. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.